ഐഫൽ ടവറിന് മുകളിൽ കയറി നിന്നാൽ 70 കിലോമീറ്റർ ചുറ്റളവിൽ കാണുന്ന പാരീസ് നഗരത്തിനപ്പുറം യൂറോപ്പിലേക്ക് കടന്നുകയറുകയെന്ന PSG-യുടെ സ്വപ്നത്തിന് വർഷങ്ങളുടെ പഴക്കം. 3 തവണ യൂറോപ്പിലെ രാജാക്കന്മാരായ ഇന്ററിന് 4ാമത്തെ കിരീടം നേടി പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള കാത്തിരിപ്പിന് 15 വർഷങ്ങളുടെ ദൈർഘ്യം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇറങ്ങുന്ന PSG-യും ഇന്റർ മിലാനും വ്യത്യസ്തമായ 2 ലക്ഷ്യങ്ങൾക്കായാണ് ഇറങ്ങുന്നത്. ഇന്ന് രാത്രി 12:30 ബയേൺ മ്യൂണിക്കിൻ്റെ ഹോം ഗ്രൗണ്ടായ അലിയാൻസ് അരീനയിലാണ് ഫൈനലിന് കിക്ക് ഓഫ് ആകുന്നത്. ഉസ്മാൻ ഡെംബെലയും ബ്രാഡ്ലി ബാർക്കോളയും ചേരുന്ന PSG-യുടെ ആക്രമണം പാറയിടുക്കുകളിലൂടെ ചാഞ്ഞും ചെരിഞ്ഞും മാർത്തുലച്ചു വരുന്ന മലവെള്ളം പോലെയാണ്. ഒരു കരുണയുമില്ലാതെ എതിരാളിയുടെ ഗോൾ മുഖത്തേക്ക് മിന്നൽ വേഗത്തിൽ പറന്നെത്താൻ ഈ താരങ്ങൾക്ക് കഴിയും. എന്നാൽ ആർത്തലച്ചെത്തുന്ന വെള്ളത്തിൻ്റെ മർദ്ദവും അത് ഉൾക്കൊള്ളുന്ന ആഴവും കണക്കാക്കി അണക്കെട്ട് പണിയുന്ന എഞ്ചിനീയറുടെ സാങ്കേതികതയാണ് ഇന്റർ മിലാൻ്റെ നിലപാട്. എത്ര കടുപ്പമേറിയ ആക്രമണത്തിനെതിരെയും തകരാത്ത പ്രതിരോധത്തിൻ്റെ അണക്കെട്ട് പണിയുന്നവരാണ് ഇറ്റാലിയൻ ടീം. എതിരാളികളുടെ ബോക്സിലെത്തി നിറയൊഴിക്കാനുള്ള തന്ത്രങ്ങളും ഇന്റർ കോച്ച് സിമോൺ ഇൻസാഗി ലൗറ്റാരോ മാർട്ടിനസിനും മാർക്കസ് തുറാമിനെയും പഠിപ്പിക്കും. സെമി ഫൈനലിൽ ബാഴ്സലോണയ്ക്കെതിരെ ഇരുപാദങ്ങളിലായി 7 തവണയാണ് ഇന്റർ ഗോൾ അടിച്ചു കൂട്ടിയത്. എന്നാൽ നോക്കൌട്ട് റൗണ്ടിൽ ലിവർപൂളിനെയും ആഴ്സണലിനെയും തോൽപ്പിച്ച് ലൂയി എൻറിക്കെ പരിശീലിപ്പിക്കുന്ന PSG-യുടെ യുവനിര ഫൈനലിലെത്തിയത്. എന്നാൽ 2020-ൽ ഫൈനൽ വരെ എത്തിയിട്ടും കിരീടം നേടാതെ പോയ PSG-ക്ക് ഇതിലും വലിയ അവസരം ഇനി ലഭിക്കാനില്ല.